കഴിഞ്ഞ ദിവസം നടന്ന സീനിന്റെ ബാക്കിയൊക്കെ കാണിക്കുകയാണ്. ഒരു ദിവസം കൊണ്ട് എനിക്ക് ഒരു രീതിയിലും സുന്ദരിയായിട്ട് മാറുവാനായിട്ട് സാധിക്കുകയില്ല എന്നൊക്കെ പറഞ്ഞ് ജീവൻ ആകെ വിഷമിച്ചിരിക്കുമ്പോഴത്തേക്കും ഹിയൂണും ജീവന്റെ ഫോണിലേക്ക് ഒരു മെസ്സേജ് ഒക്കെ അയക്കുന്നു. അതായത് സൺഡേ ഒന്നിച്ച് വെളിയിലൊക്കെ പോകാമെന്ന് അവർ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ. പക്ഷെ അവൾക്ക് സൺഡേ റീയൂണിയന് പോകണമെന്നും പറഞ്ഞു. അതുകൊണ്ട് തന്നെ നമുക്ക് സാറ്റർഡേ ഒന്നിച്ച് വെളിയിലൊക്കെ പോയാലോ എന്നായിരുന്നു അവൾ ചോദിച്ചിട്ടുമുണ്ടായിരുന്നത്. ജീവനും അങ്ങനെ ശനിയാഴ്ച ഹിയോണിനെ കാണുവാനായിട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോഴത്തേക്കും ആയിരുന്നു അവളുടെ ഫോണിലേക്ക് ഒരു നോട്ടിഫിക്കേഷൻ ഒക്കെ വരുന്നത്. അതായത് അവള് 3 മില്യൺ ഒക്കെ സ്റ്റോക്കിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ. അതിപ്പോൾ ഇരട്ടിയായിട്ട് 6 മില്യൺ ആയി തീർന്നിരിക്കുകയാണ്. എന്തായാലും അടുത്ത തവണ കുറച്ചുകൂടി പണമൊക്കെ ഇൻവെസ്റ്റ് ചെയ്യണമെന്ന് അവളും തീരുമാനിക്കുന്നു. അങ്ങനെ ഇരിക്കെയാണ് അവൾ അവിടെ ഉണ്ടായിരുന്ന ഷോപ്പിലെ കമ്മലൊക്കെ നോക്കുന്നത്. ഇനി സോമിൻ കൊടുത്തിട്ടുണ്ടായിരുന്ന കമ്മലൊക്കെ അവളും എടുത്തു നോക്കുന്നു. അവളാകട്ടെ ചെറിയൊരു വ്യത്യാസം മാത്രമേ ഈ രണ്ട് കമ്മലുകൾ തമ്മിൽ ഉണ്ടാക്കുകയുള്ളൂ എന്നൊക്കെ ആയിരുന്നു വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷെ നോക്കി കഴിയുമ്പോഴത്തേക്കുമാണ് വളരെ വലിയൊരു വ്യത്യാസമാണ് ഉള്ളതെന്ന കാര്യമൊക്കെ അവൾ മനസ്സിലാക്കുന്നതും. അത്രയും വലിയ ഡിഫറൻസ് ഒക്കെ ഉണ്ടായിരുന്നത് കൊണ്ടാണ് ജീഹുക്കും നേരത്തെ അവളോട് ഈ ഒരു കമ്മലൊന്നും ഇട്ടു പുറത്തിറങ്ങുവാനായിട്ട് പാടില്ല എന്ന് പറഞ്ഞിട്ടുമുണ്ടായിരുന്നത്. ഇനി അവൾ 2011 നടന്ന മറ്റൊരു സംഭവത്തെ കുറിച്ചൊക്കെ ഓർക്കുകയാണ്. സോമന് മേടിച്ചു കൊടുത്ത ഒരു ഡ്രസ്സൊക്കെ ഇട്ടിട്ടായിരുന്നു ജീവൻ ഇരുന്നിട്ടൊക്കെ ഉണ്ടായിരുന്നത്. അങ്ങനെ ഇരിക്കെ ഒരു ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞ് എത്തിയതാണെന്ന് പറഞ്ഞിട്ട് ഒരേപോലത്തെ തൊപ്പിയെന്ന് പറഞ്ഞ് സോമനും അവൾക്കൊരു തൊപ്പിയൊക്കെ നൽകുന്നു. ഈ ക്ലാസ് ഒന്നും ഇല്ലായിരുന്നെങ്കിൽ കുറച്ചുകൂടി നന്നായേനെന്നൊക്കെ ജീവൻ പറയുമ്പോഴത്തേക്കും നിനക്ക് ക്ലാസ് ഒക്കെ ഉള്ളതാണ് കൂടുതൽ ഭംഗി, എന്തായാലും നീ ഒരുപാട് സുന്ദരിയാണെന്നൊക്കെ പറഞ്ഞിട്ട് ജീവനെ പുകഴ്ത്തൊക്കെ ആയിരുന്നു സോമിനും. സോമിന് വളരെ ഇഷ്ടപ്പെട്ട ഒരു മിഠായിയൊക്കെ ഉണ്ട്, അത് തീർന്നു പോയിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ജീവന്റെ കയ്യിൽ ഇപ്പോൾ മിഠായി ഇല്ല എന്നൊക്കെ പറയുമ്പോഴത്തേക്കും സോമിനും ആകെ വിഷമിക്കുന്നു. ഇത്തവണ എന്ത് തെറ്റാണ് ജൂൺ ചെയ്തതെന്നൊക്കെ ചോദിച്ചുകൊണ്ടാണ് അവിടെ മിൻഹ്വാൻ എത്തുന്നത്. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട മിഠായിയൊന്നും അവൾ കയ്യിൽ കരുതിയിട്ടുണ്ടായിരുന്നില്ല. അവൾക്ക് എന്റെ അടുത്ത് സ്നേഹം ഉണ്ടായിരുന്നെങ്കിൽ അവൾ ഒരിക്കലും മിഠായി മേടിക്കുന്ന കാര്യം മറക്കുകയില്ലായിരുന്നു എന്നൊക്കെ പറഞ്ഞ് സൂമിന് വിഷമിച്ചിരിക്കുമ്പോഴത്തേക്കും മിൻഹ്വാനും അവൾക്ക് വേണ്ടി മിഠായിയൊക്കെ നൽകുന്നു. ഇനി മിൻഹ്വാനും സൂമിനെയും കൂട്ടിക്കൊണ്ട് പോകുമ്പോഴത്തേക്കും അവരുടെ എല്ലാവരുടെയും സാധനങ്ങളൊക്കെ ചുമന്നുകൊണ്ട് ജീവനും അവരുടെ പിറകെയൊക്കെ പോകുന്നു. ശരിക്കും പറയുകയാണെങ്കിൽ സോമിനും മിൻഹ്വാനുമാണ് ലവേഴ്സ് എന്ന് തോന്നിപ്പോകും. അതുപോലെയൊക്കെ ആയിരുന്നു അവരുടെ പെരുമാറ്റവും. ഇനി ഹിയൂണും ജീവനെ കാണുവാനായിട്ട് എത്തുമ്പോഴത്തേക്കും അവളുടെ കയ്യിലുണ്ടായിരുന്ന ആ ഒരു കമ്മലൊക്കെ ശ്രദ്ധിക്കുകയാണ്. അങ്ങനെ ഇരിക്കെ ഇതെനിക്ക് സുമിൻ ഗിഫ്റ്റ് നൽകിയതായിരുന്നു എന്നൊക്കെ ജീവൻ പറയുമ്പോഴത്തേക്കും ഇത് ഫേക്ക് ആയിട്ടുള്ള കമ്മലാണെന്നുള്ള കാര്യം ഹിയൂണും അവളെ അറിയിക്കുന്നു. അങ്ങനെ ഇരിക്കെ അവളുടെ കാതിലുണ്ടായിരുന്ന റിയൽ ആയിട്ടുള്ള കമ്മലൊക്കെ അവൾ ജീവനെയും കാണിച്ചു കൊടുക്കുന്നു. ഒരിക്കലും മദ്യപിച്ചതിന് ശേഷം ഒരു മിസ്റ്റേക്ക് ഒക്കെ തനിക്ക് സംഭവിച്ചിട്ടുണ്ടായിരുന്നു എന്നും അതിനുശേഷം മദ്യപാനമൊക്കെ നിർത്തിയെന്നും ആയിരുന്നു ജീവൻ നേരത്തെ ഹിയോണിന്റെ അടുത്ത് പറഞ്ഞിട്ടൊക്കെ ഉണ്ടായിരുന്നത്. ആ സംഭവം എന്താണെന്ന് ക്ലിയർ ആയിട്ടൊന്നും കാണിക്കുന്നില്ലെങ്കിൽ പോലും ആ ഒരു കാര്യത്തിൽ ഉണ്ടായിരുന്ന ബോയ് എന്ന് പറയുന്നത് ജിഹുക്ക് ആയിരുന്നു. ഞാൻ അന്ന് മദ്യപാനമൊക്കെ നിർത്തിയതായിരുന്നെങ്കിലും പിന്നീട് മിൻഹ്വാൻ കാരണമായിരുന്നു മദ്യപിച്ച് തുടങ്ങിയിട്ടുണ്ടായിരുന്നതെന്നൊക്കെ അവൾ പറയുമ്പോഴത്തേക്കും ശരിക്കും 5 വർഷത്തിന് മുമ്പ് അവൻ കാരണം തന്നെ അവൾ മദ്യപിച്ച് തുടങ്ങിയതായിരുന്നു. ഹിയുന്റെ സ്വഭാവവും പെരുമാറ്റവും എല്ലാം തന്നെ ജിവുണ് ഒരുപാട് ഇഷ്ടപ്പെടുന്നു. ഇനി ഹിയുണിനെ കുറിച്ച് പറയുകയാണെങ്കിൽ അവൾ എപ്പോഴും സന്തോഷമായിട്ടൊക്കെ ആയിരിക്കും ഇരിക്കുക. മാത്രമല്ല അവളുടെ ചുറ്റുമുള്ള ആളുകളെ സന്തോഷിപ്പിക്കുക എന്നതാണ് അവളുടെ ലക്ഷ്യം തന്നെ. ഇനി അവർ ഒന്നിച്ച് ഫുഡൊക്കെ കഴിച്ചുകൊണ്ടിരിക്കുമ്പോഴത്തേക്കും നാളെ നിനക്ക് റിയൂണിയനൊക്കെ ഉള്ളതല്ലേ എന്നൊക്കെ ജീവന്റെ അടുത്ത് ഹിയൂണും ചോദിക്കുന്നുണ്ട്. ഞാൻ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് എല്ലാവർക്കും എന്റെ അടുത്ത് വെറുപ്പൊക്കെ ആയിരുന്നു ഉണ്ടായിരുന്നത്. ഒരുപാട് പേര് എന്നെ ബുള്ളി ചെയ്തിട്ടുമുണ്ട്. അതുകൊണ്ട് തന്നെ റിയൂണിയന് പോകുവാനായിട്ട് എനിക്ക് ആകെ മടിയായിട്ടിരിക്കുകയാണെന്നൊക്കെ ജീവനും മറുപടി പറയുന്നു. ആളുകൾ എന്തെങ്കിലും കാര്യമില്ലാതെ നമ്മുടെ കുറ്റമൊന്നും പറഞ്ഞുകൊണ്ട് നടക്കുകയില്ല. അതുകൊണ്ട് തന്നെ ആ ഒരു കാരണമൊക്കെ കണ്ടെത്തിയതിനു ശേഷം അവരെ കൊണ്ട് തന്നെ അത് മാറ്റി പറയിപ്പിക്കണമെന്നതായിരുന്നു ഹിയുന്റെ ആഗ്രഹം. അങ്ങനെ ഇരിക്കെ റിയൂണിയന് സംഭവിക്കുന്ന കാര്യങ്ങളെ കുറിച്ചൊക്കെ വീണ്ടും ഓർക്കുമ്പോഴത്തേക്കും എന്തായാലും വീണ്ടും ഒരു പശ്ചാത്താപമൊന്നും തോന്നാതെ ഇരിക്കുവാനായിട്ട് പോയാൽ മതിയാകും എന്ന കാര്യം അവളും ഉറപ്പിക്കുകയാണ്. പക്ഷെ ഒറ്റ ദിവസം കൊണ്ട് എനിക്ക് ഒരു മാറ്റവും വരുത്തുവാനായിട്ടൊന്നും കഴിയുകയില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ജീവൻ ഇരിക്കുമ്പോഴത്തേക്കും നിനക്ക് മാറ്റം വരുത്തുവാൻ കഴിയില്ലായിരിക്കും, എന്തായാലും നിനക്കൊന്ന് ട്രൈ ചെയ്തോടെ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് ഇത് നിന്നെ ഹെൽപ്പ് ചെയ്യാനായിട്ടുള്ള എന്റെ അവസരമാണെന്ന് പറഞ്ഞ് അവളെ കൂട്ടിക്കൊണ്ട് ഹിയൂൺ പോകുന്നു. ഹിയൂണും ഇതിന്റെ വർക്കിലെ സീനിയർ ആണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവിടെ ഉണ്ടായിരുന്ന ഡിസൈനർക്ക് ജീവനെ പരിചയപ്പെടുത്തിയൊക്കെ കൊടുക്കുന്നു. ഇനി ഒരു കാര്യം പറയുകയാണെങ്കിൽ ഹിയൂൺ ശരിക്കും വലിയൊരു പണക്കാരിയാണ്. മാത്രമല്ല ജിഹോക്കിന്റെ സിസ്റ്റർ ആണ്. ജിഹോക്കും ഹിയൂണും ഈ ഒരു രഹസ്യമൊക്കെ മറച്ചു വെച്ചുകൊണ്ടായിരുന്നു സ്വന്തം കമ്പനിയിൽ തന്നെ വർക്കൊക്കെ ചെയ്തുകൊണ്ടിരുന്നത്. ഈ ഒരു സ്ഥലത്തുള്ള എന്റെ മെമ്പർഷിപ്പിന്റെ കാർഡൊക്കെ ഇന്നത്തോടെ അവസാനിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഈ ഒരു തുകയൊക്കെ എന്റെ മെമ്പർഷിപ്പ് കാർഡിൽ നിന്നും അടച്ചോളാം എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് ജീവനെ അവിടെ കൊണ്ടുപോയി ഇരുത്തുന്നതൊക്കെ. അവൾക്ക് എന്തൊക്കെ മാറ്റങ്ങളാണ് വരുത്തേണ്ടതെന്നൊക്കെ അവർ ആലോചിച്ചുകൊണ്ടൊക്കെ ഇരിക്കുമ്പോഴത്തേക്കും എനിക്കും തികച്ചും മറ്റൊരാളായിട്ട് മാറണമെന്നൊക്കെ ആയിരുന്നു ജീവൻ പറഞ്ഞിട്ടുമുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ ഇത്തവണ അവൾക്കൊരു പുനർജന്മമൊക്കെ നൽകുകയാണ് ഹയൂണും. ജീവന്റെ മുടിയൊക്കെ വെട്ടുകയും പിന്നീട് അവളെ സ്റ്റൈൽ ചെയ്യുകയും ചെയ്യുകയാണ്.
ആളുകൾ എല്ലാവരും തന്നെ അവളുടെ ലുക്കൊക്കെ കാണുമ്പോഴത്തേക്കുമാണ് അവളുടെ അടുത്ത് എങ്ങനെ പെരുമാറണമെന്ന് തീരുമാനിക്കുന്നത്. അതുകൊണ്ടായിരുന്നു അവളുടെ ലുക്ക് തന്നെ ഇപ്പോൾ മൊത്തത്തിൽ മാറ്റിയെടുക്കുന്നതും. മൊത്തത്തിൽ ഒരുങ്ങി അവളും കണ്ണാടിയിൽ നോക്കി കഴിയുമ്പോഴത്തേക്കും പണ്ടത്തെ വയ്യാതിരുന്ന അവളെയൊക്കെ അവൾ ഓർത്തു പോകുകയാണ്. അങ്ങനെ അവളുടെ കണ്ണുകൾ നിറയുന്നു. ഇനി ഹിയൂണും മറ്റൊരു കടയിലൊക്കെ ചെന്നിട്ട് അവൾക്ക് പല പല ഡ്രസ്സൊക്കെ ഇടിച്ചു കൊടുക്കുകയാണ്. ഇനി ബാഗൊക്കെ മേടിക്കുവാനായിട്ട് പോകുമ്പോഴത്തേക്കും അവിടെ ഉണ്ടായിരുന്ന ഒരു ബാഗൊക്കെ അവളുടെ ശ്രദ്ധയിലും പെടുന്നു. നേരത്തെ സോമിന് മിൻഹോൻ മേടിച്ചു കൊടുത്ത ഒരു ബാഗൊക്കെ ആയിരുന്നു അത്. അവൾ മരിക്കുന്ന സമയത്തും അവൾ ആ ഒരു ബാഗിലൊക്കെ പിടിച്ചു വലിച്ചിട്ടുമുണ്ടായിരുന്നു. നിനക്ക് ഈ ബാഗ് വേണോ എന്നൊക്കെ ഹ്യൂൺ ചോദിക്കുമ്പോഴത്തേക്കും ഈ ഒരു ബാഗ് എനിക്ക് ആവശ്യമില്ല, ഇത് മറ്റൊരാളുടെ കയ്യിലേക്കാണ് എത്തിച്ചേരേണ്ടതെന്നൊക്കെ ആയിരുന്നു ജിമുൺ പറയുന്നതും. ഇനി കുറെ ഗേൾസിനൊക്കെ കറക്കിയെടുക്കുവാനായിട്ടായിരുന്നു മിൻഹോനും മിൻഹോന്റെ ഫ്രണ്ടും കൂടി ചേർന്നിട്ട് ഒരു ക്യാമ്പിങ്ങിനൊക്കെ പോകുന്നത്. അങ്ങനെ ഇരിക്കെ ജീവനുമായിട്ട് താൻ പിണക്കത്തിലാണെന്നും താനായിട്ട് ജീവനെ വിളിക്കുകയില്ല എന്നുമൊക്കെ മിൻഹോൻ പറയുന്നുണ്ടെങ്കിൽ പോലും അവർ ഒരുപാട് തവണയൊക്കെ ജീവനെ വിളിച്ചിട്ടുണ്ടായിരുന്നെങ്കിലും ജീവൻ ഫോൺ എടുത്തിട്ടുണ്ടായിരുന്നില്ല. തൊട്ടടുത്തായിട്ട് കുറച്ച് ഗേൾസിന്റെ ഒക്കെ സൗണ്ട് കേൾക്കുമ്പോഴത്തേക്കും അവനും ഗേൾസുമായിട്ട് കൂടുതലൊക്കെ അടുക്കുവാനായിട്ട് അവരുടെ അടുത്തേക്കും പോകുന്നു. പണ്ട് മരിച്ചതിനെ കുറിച്ചൊക്കെ ഓർത്തു നോക്കുന്ന ജീവനും ഇപ്പോൾ ഞെട്ടി എണീക്കുകയാണ്. ജീവന്റെ അടുത്തായിട്ടൊക്കെ ആയിരുന്നു ഹിയോണും കിടന്നുറങ്ങിയിട്ടുണ്ടായിരുന്നത്. ഇനി അവളും ഉറക്കത്തിൽ കഴിക്കുന്നതിനെ കുറിച്ചൊക്കെയാണ് സംസാരിക്കുന്നത് പോലും. അങ്ങനെ ഇരിക്കെ അവളുടെ അടുത്തും ഒരു നന്ദിയൊക്കെ പറഞ്ഞുകൊണ്ട് ജിമുൺ ഇരിക്കുമ്പോഴത്തേക്കും അവളുടെ ഫോണിലേക്കും ഒരു മെസ്സേജ് ഒക്കെ വരുന്നു. അത് മാനേജറുടെ മെസ്സേജ് ആയിരുന്നു. അവൾ കൊടുത്തിട്ടുണ്ടായിരുന്ന പ്രപ്പോസലൊക്കെ വായിച്ചു നോക്കിയെന്നും അത് നല്ലതാണെന്നും ടീമിൽ സോമിനെയും കൂടി ചേർക്കുവാനായിട്ടുമായിരുന്നു മാനേജർ പറഞ്ഞിട്ടുമുണ്ടായിരുന്നത്. ഇനി സോമിനും ജീവനും കോളൊക്കെ ചെയ്യുകയാണ്. അപ്പോഴായിരുന്നു ജീവൻ ഇന്ന് ഹയുന്റെ കൂടെ കറങ്ങുവാനൊക്കെ പോയിട്ടുണ്ടായിരുന്നു എന്ന കാര്യം സോമന് മനസ്സിലാക്കുന്നത്. മാത്രമല്ല ഇപ്പോൾ ഹയുൺ അവളുടെ വീട്ടിലാണ് കിടന്നുറങ്ങുന്നതെന്നും കൂടി കേട്ട് കഴിയുമ്പോഴത്തേക്കും സോമന് മൊത്തത്തിൽ അസൂയ തോന്നുന്നു. നേരത്തെ സോമനും ജീവൻ തയ്യാറാക്കിയിട്ടുണ്ടായിരുന്ന പ്രപ്പോസലൊക്കെ കുറച്ച് മാറ്റമൊക്കെ വരുത്തി എടുത്തോട്ടെ എന്നൊക്കെ ജീവന്റെ അടുത്ത് ചോദിച്ചിട്ടുണ്ടായിരുന്നല്ലോ. ആ ഒരു കാര്യമൊക്കെ ഇപ്പോൾ സോമന് വീണ്ടും അവളുടെ അടുത്ത് ചോദിക്കുകയാണ്. പക്ഷെ പണ്ട് സമ്മതിച്ചതുപോലെ ഇത്തവണ ജീവൻ സമ്മതിക്കുന്നുണ്ടായിരുന്നില്ല. എനിക്ക് ഫുൾ ടൈം എംപ്ലോയി ആയിട്ടിരിക്കണം, അതിനുവേണ്ടി ഈ ഒരു പ്രപ്പോസലൊക്കെ എന്നെ ഒരുപാട് സഹായിക്കുമെന്നൊക്കെ ജീവന്റെ അടുത്ത് സുമന് പറയുമ്പോഴത്തേക്കും നീ പറഞ്ഞതുപോലെ തന്നെ കുറച്ച് മാറ്റമൊക്കെ വരുത്തിയാൽ നല്ലതായിരിക്കുമെന്ന് എനിക്കും തോന്നി. ഞാൻ ആ ഒരു മാറ്റമൊക്കെ വരുത്തി കഴിഞ്ഞിരിക്കുന്നു. ഇനി അടുത്ത പ്രപ്പോസലൊക്കെ ചെയ്യുമ്പോഴത്തേക്കും നിന്നെയും കൂടി ഞാൻ അതിൽ കൂട്ടാമെന്നൊക്കെ ജീവനും അവളുടെ അടുത്ത് പറയുന്നു. പക്ഷെ ഈ ഒരു പ്രപ്പോസൽ നൽകുവാനായിട്ട് അവൾ തയ്യാറായിരുന്നില്ല. അതുകൂടാതെ അവൾക്ക് ഇതുവരെ പറയാനുള്ള പല കാര്യങ്ങളും അവൾ തുറന്നു പറയുകയാണ്. അതായത് ജീവനും സോമനും ഒന്നിച്ചൊക്കെ പഠിച്ചത് കൊണ്ടായിരുന്നു ജീവണിനെ എപ്പോഴും സോമൻ പേരൊക്കെ വിളിക്കുന്നത്. ശരിക്കും പറയുകയാണെങ്കിൽ ജീവനാണ് ആദ്യം കമ്പനിയിൽ ചേർന്നത്. മാത്രമല്ല സോമൻ ഒരു കോൺട്രാക്ട് വർക്കർ മാത്രമാണ്. പക്ഷെ ജീവൻ ആകട്ടെ ആ ഒരു കമ്പനിയിലെ അസിസ്റ്റന്റ് മാനേജറാണ്. അവളുടെ കീഴിലുള്ള എല്ലാവരും തന്നെ അവളെ റെസ്പെക്ട് ചെയ്യുമ്പോഴത്തേക്കും ഇവള് മാത്രമായിരുന്നു അവളുടെ പേരൊക്കെ വിളിച്ചിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ ഓഫീസിലായിരിക്കുന്ന സമയത്ത് മുഴുവൻ നീ എന്നെ സീനിയർ ആയിട്ട് തന്നെ കാണണം. മാത്രമല്ല നിനക്ക് എവിടെയെങ്കിലും പോകുവാൻ നേരത്തെ എന്നെ ഒരിക്കലും കൂട്ടുവാനായിട്ട് പാടില്ല. എന്റെ പോസ്റ്റ് വെച്ചിട്ട് നീ പറയുന്നത് പോലെ എല്ലാം ചെയ്യുവാൻ എനിക്ക് സാധിക്കുകയില്ല എന്നൊക്കെ പറഞ്ഞ് ജീവനും പെട്ടെന്ന് തന്നെ കോൾ കട്ട് ചെയ്യുന്നു. അതെല്ലാം കേൾക്കുമ്പോഴത്തേക്കും സോമനും ജീവന്റെ അടുത്ത് ഒരുപാട് ദേഷ്യം തോന്നുകയാണ്. ഞാൻ മേടിച്ചോണ്ട് വന്നിട്ടുണ്ടായിരുന്ന ആ ഒരു കമ്മലൊക്കെ വേണം നീ നാളെ വരുമ്പോഴത്തേക്കും ഇടുവാനായിട്ടൊന്നും കൂടി സോമൻ അവൾക്ക് മെസ്സേജ് അയക്കുന്നു. ശരിക്കും പറയുകയാണെങ്കിൽ ആ ഒരു കമ്മലൊക്കെ ഇട്ട് കഴിയുമ്പോഴത്തേക്കും നിനക്ക് നിന്റെ വില മനസ്സിലാകുന്നതായിരിക്കും എന്നൊക്കെ പറഞ്ഞ് അവളെ എല്ലാ രീതിയിലും തരം താഴ്ത്തുവാനായിട്ടായിരുന്നു സോമൻ ആഗ്രഹിച്ചിട്ടുമുണ്ടായിരുന്നത്. സോമനും ഇപ്പോൾ മാനേജറുടെ കൂടെ ഇരുന്ന് ഫുഡൊക്കെ കഴിക്കുകയാണ്. ശരിക്കും സോമൻ ജീവനെ ആയിരുന്നു കോൾ ചെയ്തിട്ടുണ്ടായിരുന്നില്ലെങ്കിലും അമ്മേനെ വിളിക്കുവാനായിട്ട് പോകുകയാണെന്നൊക്കെ ആയിരുന്നു പോകുന്നതിന് മുമ്പായിട്ട് മാനേജറുടെ അടുത്തൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അവളെ വളരെയധികം സ്ട്രിക്റ്റ് ആയിട്ടാണ് വളർത്തിയിട്ടുള്ളതെന്നും അതുപോലെ തന്നെ അവളും മാനേജറിനെ പോലുള്ള ഒരാളെ കണ്ടെത്തുവാനായിട്ടാണ് ശ്രമിക്കുന്നതെന്നുമൊക്കെ അവൾ പറഞ്ഞു കഴിയുമ്പോഴത്തേക്കും വീണ്ടും ആ ഒരു വിവാഹമൊക്കെ കഴിച്ച് കുട്ടികൾ ഉണ്ടാക്കുന്നതിനെ കുറിച്ച് മാനേജർ ഓർത്തു പോകുന്നു. മാനേജർ എന്ന് വിളിക്കുന്നതിന് പകരമായിട്ട് അയാളുടെ പേര് വിളിക്കാനുള്ള അനുവാദം പോലും അയാൾ സുമിന് നൽകുകയാണ്. മാത്രമല്ല ജീവൻ മാനേജർക്ക് കൊടുത്ത പ്രൊജക്റ്റ് ഒക്കെ അവിടെ ഇരിപ്പുണ്ടായിരുന്നു. അതിൽ നിന്നും ജീവന്റെ പേരൊക്കെ വെട്ടിക്കളഞ്ഞിട്ട് സൂമിന്റെ പേരൊക്കെ എഴുതിയതിനു ശേഷം ആ പ്രൊജക്ട് മാനേജർ സൂമിനെ ഏൽപ്പിക്കുന്നു. ഇനി പിറ്റേ ദിവസം ആകുമ്പോഴത്തേക്കും ജീവനും ആ ഒരു റിയൂണിയന് വേണ്ടി എത്തിയിരിക്കുകയാണ്. ജീവനെ കാണുമ്പോഴത്തേക്കും എല്ലാവരും അതിശയത്തോടു കൂടി തന്നെ ജീവനെ നോക്കുന്നു. നമ്മൾ രണ്ടുപേരും കൂടി ഫുഡ് കഴിക്കാനായിട്ട് വരികയാണെന്നല്ലേ നീ പറഞ്ഞത്, എന്നിട്ടിപ്പോൾ കണ്ടിട്ട് ഒരു റിയൂണിയൻ പോലെയൊക്കെ ഉണ്ടല്ലോ എന്നൊക്കെ ഒന്നും അറിയത്തില്ലാത്തതുപോലെ തന്നെ ജീവനും ചോദിക്കുകയാണ്. ജീവന്റെ ആ ഒരു രൂപമൊക്കെ കാണുമ്പോഴത്തേക്കും സുമൻ ആകെ ഞെട്ടിപ്പോയിട്ടുണ്ടായിരുന്നു. അവിടെ ഉണ്ടായിരുന്ന ബോയ്സിനാകട്ടെ പണ്ടത്തെ ആ ഒരു ജീവനാണ് തന്റെ മുമ്പിൽ ഉള്ളതെന്ന് വിശ്വസിക്കാൻ പോലും സാധിക്കുന്നില്ല എന്ന കാര്യം അവളുടെ അടുത്തും പറയുന്നു. അവളെ കാണുവാൻ ഒരുപാട് സുന്ദരിയായിട്ടുണ്ടെന്നൊക്കെ എടുത്തു പറയുകയാണ്. അവരുടെ കൂടെ ഉണ്ടായിരുന്ന ബുള്ളിയായിട്ടുള്ള ഒരു പെൺകുട്ടിയാണ് ഏജി. ജീവന് ഒരു മാറ്റവും വന്നിട്ടില്ല. ഇപ്പോഴും സോമിന്റെ കമ്മലിന്റെ കോപ്പിയായിട്ടുള്ള കമ്മലൊക്കെയാണ് ജീവൻ ഇട്ടിട്ടുള്ളതെന്നൊക്കെ ഏജിയും എടുത്തു പറയുന്നു. പക്ഷെ ഇത് രണ്ടും എങ്ങനെയാണ് ഒരുപോലെ ആകുക?
നീ ജീവന്റെ കമ്മല് ശ്രദ്ധിച്ചോ? ഇത് കാണുവാൻ കൂടുതൽ ഭംഗിയുണ്ട്. പക്ഷെ സൂമിന്റെ കമ്മല് നോക്കിക്കേ, അതിന് വളരെയധികം വിലക്കുറവാണെന്ന് കാണുമ്പോഴേ മനസ്സിലാകുമെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ജീവന്റെ കമ്മലാണ് റിയൽ ആയിട്ടുള്ള കമ്മൽ എന്നൊക്കെയുള്ള കാര്യം പലരും എടുത്തു പറയുന്നു. സൂമിൻ എന്തായിരുന്നു ആഗ്രഹിച്ചിട്ടുണ്ടായിരുന്നത്, അതിന് നേരെ ഓപ്പോസിറ്റ് കാര്യമാണ് നടക്കുന്നത്. അവളും റിയൂണിന് പോകുന്നതിന് 5 മണിക്കൂർ മുമ്പ് നടന്ന മറ്റൊരു കാര്യത്തെക്കുറിച്ച് അവൾ ഓർക്കുകയാണ്. ഹയോൺ ആയിരുന്നു അവൾക്ക് മേക്കപ്പ് ഒക്കെ ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നതും. അങ്ങനെയിരിക്കെ ഹയോണും അവളുടെ കമ്മലൊക്കെ ശ്രദ്ധിച്ചതിന് ശേഷം അവൾക്കൊരു കാര്യം പറഞ്ഞു കൊടുക്കുന്നു. ഓരോ ബ്രാൻഡിനും ഫേക്ക് ആയിട്ടുള്ള 4 രീതിയിലുള്ള പ്രൊഡക്ട്സ് ഒക്കെ ഇറങ്ങുന്നതായിരിക്കും. ഏറ്റവും ടോപ്പിലുള്ളത് എസ് ആണ്. എസ് ആകട്ടെ ഒരിക്കലും വലിയൊരു വിദഗ്ധർ വരാതെ അത് ഫേക്ക് ആണോ അല്ലയോ എന്ന് തിരിച്ചറിയുവാനായിട്ട് കഴിയുകയില്ല. പിന്നീടുള്ളത് എ ആണ്. എ ആകട്ടെ അതൊക്കെ യൂസ് ചെയ്യുന്ന രീതിയിലുള്ള ആൾക്കാർക്കാണ് അത് ഫേക്ക് ആണോ അല്ലയോ എന്നൊക്കെ അറിയാവുന്നത്. പിന്നെ ഉള്ളത് ബി ആണ്. അതും പെട്ടെന്ന് തന്നെ ഫേക്ക് ആണോ എന്ന് തിരിച്ചറിയുവാനായിട്ട് സാധിക്കും. ഇനി ഇതൊന്നും അല്ലാതെ ഏറ്റവും ഒടുവിലായിട്ടൊരു സെക്ഷൻ ഉണ്ട്. അത് ഫേക്ക് ആണെന്ന് ഒറ്റ നോട്ടത്തിൽ തിരിച്ചറിയുവാനായിട്ട് സാധിക്കും. അതുപോലത്തെ ഒരു കമ്മലാണ് ഇത്. അതായത് ഇത് ഫേക്ക് ആണെന്ന് ഏതൊരാൾക്കും തിരിച്ചറിയുവാനായിട്ട് സാധിക്കും. ഇതൊക്കെ നിനക്ക് ഗിഫ്റ്റ് തരണമെങ്കിൽ മറ്റുള്ള ആൾക്കാരുടെ മുമ്പിൽ നിന്നെ നാണം കെടുത്തുവാനായിട്ടാണ് അയാൾ പദ്ധതി ഇട്ടിരിക്കുന്നതെന്ന കാര്യമൊക്കെ ഹിയൂണും പറഞ്ഞു കൊടുക്കുന്നു. എന്തായാലും ആരുടെ മുമ്പിൽ അവളെ കളിയാക്കാതെ ഇരിക്കുവാനായിട്ട് ഹിയൂൺ തന്നെ ആയിരുന്നു അവളുടെ റിയൽ ആയിട്ടുള്ള ആ ഒരു ബ്രാൻഡിന്റെ കമ്മലൊക്കെ ജീവണ് കൊടുത്തിട്ടുമുണ്ടായിരുന്നത്. ഇപ്പോൾ റിയൽ ആയിട്ടുള്ള കമ്മൽ ഇട്ടിരിക്കുന്നത് ജീവനാണ്. എന്തായാലും ഹിയൂൺ തന്റെ റിയൽ ആയിട്ടുള്ള ഒരു ഫ്രണ്ടാണ്. അതുകൊണ്ടാണല്ലോ ഈ ഒരു സിറ്റുവേഷനിൽ നിന്നും തന്നെ രക്ഷിച്ചിട്ടൊക്കെ ഉണ്ടായിരുന്നത്. അപ്പോൾ ആ ഒരു സീനോട് കൂടി ഈ ഒരു വീഡിയോ അവസാനിക്കുകയാണ്. അടുത്തൊരു വീഡിയോ ആയിട്ട് ത്രേമയും കാണാം. ബൈ.